ഹലോ ഗൈസ്, അങ്ങനെ ഇന്നലെ നമ്മുടെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നിരിക്കുകയാണ്. കുറെ ആൾക്കാർ ഒരുപക്ഷെ അത് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവും അല്ലേ. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ശരിക്കും ഇതിന്റെ ഇടയിൽ എന്തെല്ലാം സംഭവങ്ങൾ നടന്നു. ഞങ്ങളുടെ തൃശ്ശൂർ പൂരം, അതിന്റെ വെടിക്കെട്ട് ദുരന്തം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ മൊത്തത്തിൽ പെട്ടു. തെരഞ്ഞെടുപ്പിനെ പറ്റി തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ റിസൾട്ട് വരാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ എക്സിറ്റ് പോളിനോടൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഈ എക്സിറ്റ് പോളുകളെ പറ്റിയിട്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ ചക്ക വീണ് മുയൽ ചത്ത കഥയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ പ്രസന്റ് സിനാരിയോ വെച്ചിട്ട് ചക്ക വീണ് പാമ്പ് ചത്തു എന്ന കഥ പറയേണ്ടി വരും. ബിക്കോസ് ഓൾറെഡി അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു, എവിടെയോ ചക്ക വീണ് പാമ്പ് ചത്തു എന്നുള്ളത്. യെസ്, ഇറ്റ്സ് എ റിയാലിറ്റി, എ ഹാർഷ് റിയാലിറ്റി നൗ ഇൻ കേരളം. പിന്നെ മലയാളം മീഡിയയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എക്സിറ്റ് പോളുകളൊക്കെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുന്നവരാണ് മിക്ക മലയാള മാധ്യമങ്ങളും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ പ്രീ പോൾ സർവേസിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയാം. എക്സിറ്റ് പോളുകളിലൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് വളച്ചൊടിച്ച് നിങ്ങളുടെ വിശ്വാസ്യത തകരും എന്നല്ലാണ്ട് അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഒരു കക്ഷിയോട് അത്രയും വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സിറ്റ് പോളിൽ പോലും നിങ്ങൾ സീറ്റ് അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാള മനോരമയുടെ സർവേ കണ്ടാണ്ടല്ലോ പെറ്റ തള്ള സഹിക്കില്ല. കോൺഗ്രസ്സുകാർക്ക് പോലും അത് വിശ്വാസം ഉണ്ടാവില്ല ആ സർവേ പറ്റി. കേരളത്തെ മൊത്തത്തിൽ അങ്ങ് തീരെഴുതി കൊടുക്കും കോൺഗ്രസ്സുകാർക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശ്ശൂരിന്റെ സർവേ റിസൾട്ട് ഉണ്ടായിരുന്നു മലയാള മനോരമയുടെ. മുരളീധരനും സുരേഷ് ഗോപിയും സുനിൽകുമാറാണ് തൃശ്ശൂർ മത്സരിച്ചത്. ഫസ്റ്റ് പൊസിഷനിൽ മുരളീധരൻ, സെക്കൻഡ് പൊസിഷനിൽ സുനിൽകുമാർ, തേർഡ് പൊസിഷനിൽ സുരേഷ് ഗോപി വേണമെങ്കിൽ വന്നേക്കാം എന്ന കണക്കിനാണ് മനോരമ സർവേ റിസൾട്ട് കൊടുത്തത്. ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും 3 ദിവസത്തെ ഗ്യാപ്പിനാണ് ഈ എക്സിറ്റ് പോൾ വരുന്നത്. ഈ 3 ദിവസത്തെ നിങ്ങൾക്ക് എന്ത് മനസ്സിന് സന്തോഷമാണ് കിട്ടുക? അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് നിങ്ങളുടെ വിശ്വാസ്യതയല്ലേ അതുകൊണ്ട് ഇടിയുന്നത്. എന്തായാലും എക്സിറ്റ് പോളുകളൊക്കെ പൊതുവില് ഒരു പ്രോബബിലിറ്റിയെ ഉദ്ദേശിച്ചിട്ടുള്ള സർവേസ് ആണ്. എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ കാര്യമാണെങ്കിൽ ഒട്ടും പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്രയും സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മൂന്നാം മുന്നണി NDA മുന്നണി പിടിക്കുന്ന വോട്ട് ഒരു പ്രധാന ഘടകമാണ്. അവർ പിടിക്കുന്ന വോട്ടും അതെ, സീറ്റും അതെ. ഇത് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇനി വരാനിരിക്കുന്ന ഭരണം ആരുടേതാണെന്നുള്ളതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതൊരു കൺഫ്യൂസിങ് ഘടകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രീ പോൾ സർവേസും കേരളത്തിനെ സംബന്ധിച്ച് റിലയബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് മേ ബി ഇപ്പൊ BJP പിടിക്കുന്ന സീറ്റുകളെ പറ്റിയിട്ട് പല സർവേസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് അതും ഇതൊക്കെ പറയാം. പക്ഷേ ആര് ഭരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പല മണ്ഡലങ്ങളും ഇപ്പൊ BJP ജയിച്ചില്ലെങ്കിൽ പോലും BJP പിടിക്കുന്ന വോട്ട് അവിടുത്തെ ജയത്തിലെ നിർണായക ഘടകമാവും. LDF ജയിക്കോ UDF ജയിക്കോ എന്നുള്ളതിലെ നിർണായക ഘടകമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ റിസൾട്ട്സ് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. ഇനി എന്തായാലും വിരലെണ്ണാതെ ദിവസമേ ഉള്ളൂ. ഈ വരുന്ന തിങ്കളാഴ്ച വരെ കാത്തിരുന്നാൽ മതി. തിങ്കളാഴ്ച രാവിലെ 8 മണി തൊട്ട് നമുക്ക് ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്ന് അസസ്മെന്റ് നടത്താം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.